ചലഞ്ചറ സജ്ജിത. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു സെഷനാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ വേക്കൻസികളും അതുപോലെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഇതുവരെ പഠനം തുടങ്ങിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് ഈ ഒരു സെഷൻ. അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ, അതായത് ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, മോട്ടിവേഷൻ, പിന്നെ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് സെഷൻ ഒക്കെ ഉണ്ട്. ഇത് കിട്ടാൻ അപ്പൊ നമ്മള് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഒരു പുതിയ കോഴ്സ്, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ മാസം മാർച്ച് 24 തിങ്കളാഴ്ച നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സജിത 1999 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേക്കൻസികൾ വളരെ കുറവാണ്. ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാ വരുന്നത്. വേക്കൻസി ഭയങ്കര കുറവ്. 2, കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതൽ. കാരണം LDC ചെറിയ മിസ്റ്റേക്കിൽ പോയ ഉദ്യോഗാർത്ഥികള് ആ LDCയുടെ ഹാങ് ഓവറിൽ ഇരുന്നപ്പോഴാണ് സെക്രട്ടേറിയറ്റ് പ്രിലിമിനറി നടക്കുന്നത്. അപ്പൊ അതും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടം ആളുകളോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. മാത്രല്ല വേക്കൻസി കുറവാണ്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലോ അതുപോലെ തന്നെ എറണാകുളം, ഇവിടെയൊക്കെ 100 കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ആലപ്പുഴ ജില്ല 90, 92 കിടക്കുന്നത് നിയമനങ്ങൾ അഡ്വൈസ് പോയിരിക്കുന്നത്. പിന്നെ 2026 ഫെബ്രുവരി മുതൽ പല ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുകയാണ്. അപ്പൊ എന്തായാലും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ ഒരു ടൈമിൽ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് ഒരുപാട് ലേറ്റ് ആവില്ല. അവൻ ഇനിയും പഠിച്ചിട്ടില്ലാത്തവർ എങ്ങനെയാണ് പഠിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത്. മക്കളെ, കഴിഞ്ഞ പ്രാവശ്യം ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഞാൻ പറഞ്ഞില്ലേ, അതിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. നമുക്ക് LDCയുടെ അതേ സിലബസ്. അപ്പൊ നിങ്ങൾ പുതിയതായിട്ടൊക്കെ പഠിക്കാൻ ഇറങ്ങുന്നവരാണെങ്കിലും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ എന്ത് വേണം? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഉൾപ്പെടുത്തുക. സിലബസിൽ എത്ര ടോപ്പിക്കുകൾ തന്നിട്ടുണ്ടോ അത്രയും ടോപ്പിക്കുകളും പഠിക്കണം. ഒരെണ്ണം പോലും വിടരുത്. ഇപ്പൊ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷും മലയാളം എളുപ്പമായിരിക്കും. ചിലർക്ക് മലയാളം ഇംഗ്ലീഷും എളുപ്പമാണ്, അപ്പൊ മാത്സ് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മാത്സിൽ ഇപ്പൊ ഞാൻ ഇന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിച്ചെങ്കിൽ 2 ദിവസം അത് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാം. ഇംഗ്ലീഷ് ഇന്ന് പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് പഠിച്ചിട്ട് ഓടി ചെന്നിട്ട് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ ടാഗിലേക്ക് പോവണ്ട. 2 ദിവസം അതിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, ടോപ്പിക് ക്ലിയർ ആക്കുക, എന്നിട്ട് അടുത്തയിലേക്ക് പോകാം. പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും സിനോണിംസും അതുപോലെ തന്നെ സ്പെല്ലിംഗ് അതൊക്കെ ഡെയിലി എഴുതി ഇപ്പൊ ഇന്ന് മലയാളത്തിലെ 5 പദങ്ങൾ പഠിച്ചു, അടുത്ത ദിവസം പുതിയ 5 എണ്ണം, പിന്നെ അടുത്ത ദിവസം പുതിയ 5. അപ്പൊ കൂട്ടത്തിൽ നമ്മൾ റിവിഷനും കൂടെ നടന്നു പോവാണെങ്കിൽ ഈ ഭാഗം പക്കയാവും. ഇവിടെ 30 മാർക്കാണുള്ളത്. അത്യാവശ്യം നല്ലതായിട്ട്, അതായത് സിലബസ് കംപ്ലീറ്റ്, സിലബസിന് പുറത്തുനിന്ന് ഒന്നും ചോദിക്കില്ല. അപ്പൊ നമ്മൾ പഠിക്കാമെങ്കിൽ ഇവിടെ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് ഓർത്ത് വെച്ചേക്കാം. കറണ്ട് അഫേഴ്സ് 2025 ജൂലൈയിലാണ് എക്സാം എങ്കിൽ 2025 ജൂൺ വരെയുള്ള കറണ്ട് അഫേഴ്സ്. 2024 ഫുൾ കറണ്ട് അഫേഴ്സ്, 2023 ഇമ്പോർട്ടന്റ് അവാർഡുകളും ഒക്കെ പഠിക്കുക. എങ്കിലും ഈ 2025 കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഈ 2024 ഫുൾ കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണും. അങ്ങനെ 1, 2 നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്തോ ഓരോ ദിവസവും കുറേശ്ശെയായിട്ട് അത് കണ്ടു തീർക്കുക. കാരണം കറണ്ട് അഫേഴ്സിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ള GK ടോപ്പിക്കുകൾ, ഇത് ബയോളജി ആണെങ്കിൽ കുറച്ച് കോമൺ ടോപ്പിക്കുകളുണ്ട്, കെമിസ്ട്രിയിൽ, ഫിസിക്സിൽ, അത് ഞാൻ നാളെ പറഞ്ഞുതരാം. അത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുക, അതിൽ നിന്ന് കിട്ടും മാർക്ക്. പിന്നെ ഈ കലാകായിക അവാർഡുകളൊക്കെ മോസ്റ്റ്ലി കറണ്ട് അഫയർ റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഇപ്പൊ വരുന്നത്. ഈ പൊതുജനാരോഗ്യത്തിലെ പദ്ധതികളൊക്കെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് വരാറുള്ളത്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാണെങ്കിൽ 5 മാർക്ക് ഉള്ള, ഇത് കുറച്ചുള്ളത് പഠിക്കണം, 5 മാർക്ക് സ്കോർ ചെയ്യണം. ബാക്കി ഈ GK ടോപ്പിക്കൽ എങ്ങനെയെങ്കിൽ പല കുട്ടികൾക്ക് ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, 2020 ശേഷം PSC നടത്തിയ ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക. അതിനകത്തിലെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസും അത് കണക്റ്റഡ് ഫാക്ട്സും അങ്ങനത്തെ തന്നെ ഗൈഡുകളൊക്കെ മാർക്കറ്റിലുണ്ട്. അത് വെച്ച് പഠിക്കുക. GK പറ്റാത്തവര് ഇങ്ങനെ പഠിച്ചു കണക്റ്റഡ് ഫാക്ട്സും പഠിച്ചു പോയാലും ഇവിടുന്ന് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും.
അപ്പൊ ഇതിലെല്ലാം ഉപരി നമുക്കിത് വേണം, എന്റെ ജില്ലയിലെ വേക്കൻസി കുറവ് അതുകൊണ്ട് എനിക്കിത് കിട്ടില്ല, അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും ഒരു 4 അവർ പഠനത്തിന് മാറ്റി വെക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 1.5 അവർ നിങ്ങൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് മാറ്റി വെക്കുക. ഒരു അരമണിക്കൂർ അത് പതുക്കെ പതുക്കെ കുറേശ്ശെ കണ്ടു തീർക്കുക. അങ്ങനെ ചെയ്യാം. ദെൻ പിന്നെയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു 2 അവേഴ്സ്. ഈ 2 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് GK കുറേശ്ശെ പഠിച്ചു മാറ്റുക. GK മീൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. പ്രോപ്പർ ആയിട്ട് റിവിഷൻ നടത്തുക. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ മാത്സിൽ ഇന്ന ടോപ്പിക്കുകൾ ഇന്ന് ചെയ്യും, വൈകുന്നേരം ഇതൊക്കെ ചെയ്തോ, പിന്നെ 2 ദിവസം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്, കൂട്ടത്തിൽ GK കുറേശ്ശെ ടോപ്പിക്കുകൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. OMR ഷീറ്റിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അല്ല LDC കിട്ടിയില്ല, സെക്രട്ടേറിയറ്റ് Oയുടെ പ്രിലിംസ് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നഷ്ടമാർക്കാണ്, നമുക്ക് തന്നെയാണ്. നമുക്ക് പുറകെ നിൽക്കുന്നവൻ നമ്മളെ ഉന്ത് തള്ളി താഴെയിട്ടിട്ട് അവൻ അവിടെ കയറിപ്പോ നമ്മളിവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കും. ഇത് കോമൺലി കണ്ടുവരുന്ന. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകാതെ പോസിറ്റീവായിട്ട് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പഠനം ആരംഭിക്കാം. ഇനി നമ്മൾ ഒരു പുതിയ ബാച്ച് ഇതിന്റെ ആരംഭിക്കുകയാണ്. മാർച്ച് 24-നാണ് ആരംഭിക്കുന്നത്. ഇപ്പൊ ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്ത് സിലബസ് അനുസരിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു തീർക്കാം. ഡെയിലി ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ട്. നോട്ട്സ് എല്ലാം നമ്മൾ തരും. എക്സാംസ് ഉണ്ട്. SCRT NCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ www.challengerup.in എന്ന വെബ്സൈറ്റിലാണ്. അവിടെ സജിത 1999 എന്ന ഡിസ്കൗണ്ട് കോഡ് നമ്മുടെ കൊടുത്ത 1999 കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. നമ്മുടെ മൺഡേ, അതായത് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്കും അത്യാവശ്യം ബേസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇനിയും പഠിച്ചാൽ ജോലിക്ക് കയറാൻ പറ്റും. അപ്പൊ www.challengerup.in നമ്മുടെ വെബ്സൈറ്റ് ആണ്. ജസ്റ്റ് നിങ്ങൾ ആ വെബ്സൈറ്റിലോട്ടൊന്ന് കയറുക. അവിടെ നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ കാണും. അപ്പൊ അവിടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ചും ഉണ്ട്. അപ്പൊ നമ്മുടെ സിലബസ് അനുസരിച്ച് എല്ലാം അതിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുന്ന സമയത്ത് അവിടെ തന്നെ ഉണ്ട് സജിത 1999 ഡിസ്കൗണ്ട് കോഡ് 1999 ആണ് നമ്മുടെ കോഴ്സ് ഫീ. ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും 3ാമത് പേയ്മെന്റും കൊടുത്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ഇനി സ്വന്തമായിട്ടൊക്കെ പഠിക്കുന്നവരാണ്, ഞങ്ങൾ LDCക്ക് എടുത്തൊരു ബാച്ച് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിലും കുഴപ്പമില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഒരു ദിവസം പോലും ഗ്യാപ്പ് വരരുത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടതിന് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. സോ ഗ്യാപ്പ് വരാതെ നോക്കുക. ദെൻ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നല്ല ആക്റ്റീവായിട്ട് തന്നെ പഠിക്കുക. ഞാൻ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താലും ആദ്യത്തെ 10 റാങ്കിൽ ഒരെണ്ണം എനിക്ക് തന്നെ എന്ന ചിന്തയോടുകൂടി നിങ്ങൾ പഠിച്ചോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് പറ്റും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.